എല്ലാവരും ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതേസമയം ഏറ്റവും ആദ്യത്തെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. 8 സീറ്റുകളിൽ ജമ്മു മേഖലയിൽ ബി ലീഡ് ചെയ്യുമ്പോൾ ബി വൃത്തങ്ങൾ പറയുകയാണ് ജമ്മു കാശ്മീരിൽ സഖ്യകക്ഷി സർക്കാർ ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളത്. അതൊരു വലിയ ആത്മവിശ്വാസമാണ് ബി. കാരണം 20-ൽ കൂടുതൽ ഒരു 35 സീറ്റുകളാണ് പ്രതീക്ഷിക്കുന്നത് ജമ്മുവിൽ. 30 സീറ്റുകളെങ്കിലും നേടിയാൽ സർക്കാർ രൂപീകരിക്കും. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ ബി കേന്ദ്രങ്ങളിൽ നിന്ന് പങ്കുവയ്ക്കാൻ സാധിക്കുന്നത് ഈ വോട്ടെണ്ണൽ ആരംഭിച്ച് ഈ നിലയിലേക്ക് ടാലി മുന്നോട്ട് പോകുമ്പോഴും സർക്കാർ രൂപീകരിക്കാൻ സാധിക്കും. സഖ്യ സർക്കാർ അധികാരത്തിലേറും, അത് തങ്ങൾ നയിക്കുമെന്ന വലിയ ആത്മവിശ്വാസമാണ് നടക്കുന്നത്. എങ്കിൽ ഹരിയാനയിൽ കോൺഗ്രസിന് തന്നെയാണ് പ്രതീക്ഷ. ഇതാ ലീഡ് നില മാറിമറിയുന്നു. കോൺഗ്രസ് 17ലേക്ക് ഉയർന്നിരിക്കുന്നു. ബി.ജെ.പിക്ക് 8 ഇടങ്ങളിലാണ് ലീഡ് പുലർത്താൻ പറ്റുന്നത്. AAP ഇത്തവണ മാറ്റുരയ്ക്കാൻ ഇറങ്ങുന്നുണ്ട് എങ്കിലും കാര്യമായ ചലനം സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ല. ജെ.ജെ.പിക്കും ഒന്നും നേടാൻ സാധിക്കുന്നില്ല. മറ്റുള്ളവർ ഇപ്പോൾ 3 സീറ്റുകളിൽ എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. അതേസമയം ജമ്മു കാശ്മീരിൽ കൃത്യമായ ലീഡ് നിലയിലേക്ക് പോകുന്നു. കോൺഗ്രസ് NC സഖ്യമാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. ഇതാ കട്ടയ്ക്ക് പിടിക്കുന്നുണ്ട് ബി.ജെ.പി. 8, കോൺഗ്രസ് സഖ്യം 10 എന്ന നിലയിലേക്ക് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണോ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തുമ്പോൾ എന്നത് നമുക്ക് കണ്ടറിയേണ്ടതാണ്. ബി ജമ്മു മേഖലയിൽ പിന്നോട്ടല്ല എന്നതിന്റെ സൂചനയാണ് ജമ്മു കാശ്മീരിലെ ഈ ആദ്യ സൂചനകൾ നൽകുന്നത്. ജമ്മു മേഖലയിൽ 35 എന്നുള്ള ഒരു ടാർഗറ്റ് ഇട്ടിരിക്കുകയാണ് ബി. അവിടെയാണ് 8 സീറ്റുകളിൽ 43 സീറ്റുകളാണ് ജമ്മു മേഖലയിൽ മാത്രമുള്ളത്. അവിടെ എല്ലാ സീറ്റുകളിലും ബി മത്സരിക്കുന്നുമുണ്ട്. അവിടെ ഇപ്പോൾ 10 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ 10 എന്നുള്ളതാണ് ജമ്മു കാശ്മീരിൽ 10 സീറ്റുകളിൽ കോൺഗ്രസ് NC സഖ്യം, 10 സീറ്റുകളിൽ ബി ലീഡ് ചെയ്യുന്നു ജമ്മു കാശ്മീരിൽ. കിരൺ ബാബു ചേരുകയാണ്. കിരൺ, എന്തായാലും ഹരിയാനയിൽ വ്യക്തമായ ലീഡ്, അത് ഇരട്ടി ബി.ജെ.പിയേക്കാൾ കോൺഗ്രസ് ലീഡ് ചെയ്യുകയാണല്ലോ. പ്രതീക്ഷിച്ച പോലെ തന്നെ ഹരിയാന പോകുന്നു. പക്ഷേ ജമ്മു കാശ്മീരിൽ ആര് വേണമെങ്കിലും സർക്കാർ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തുടക്കത്തിലെ ഫലങ്ങൾ നൽകുന്ന സൂചന അതല്ലേ? ജമ്മു കാശ്മീരിനെ സംബന്ധിച്ച് ഇപ്പോൾ രണ്ടുപേരും 10-10 എന്ന നിലയിൽ തന്നെ നിൽക്കുകയാണ്. പക്ഷേ ജമ്മുവിലെ വോട്ടിങ്ങിന്റെ ഫലസൂചനകളാണ് കൂടുതൽ വന്നിട്ടുള്ളത്. കശ്മീരിന്റെ ഫലസൂചനകൾ കൂടി വരേണ്ടതുണ്ട്. ജമ്മുവിൽ സ്വാഭാവികമായും ബി.ജെ.പി ഒരു സമ്പൂർണ്ണ വിജയം പ്രതീക്ഷിക്കുന്ന, അല്ലെങ്കിൽ വലിയ വിജയം പ്രതീക്ഷിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ നിന്നുള്ള ഫലസൂചനകളാണ് കൂടുതൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് അന്തിമമായി ഈ തരത്തിലേക്കാവും ഫലം പോകുന്നതെന്ന് കൂടുതൽ അറിയാൻ കഴിയില്ല. നിലവിൽ വരുന്നതിൽ കൂടുതൽ വരുന്നത് ജമ്മുവിൽ നിന്നുള്ള ഫലങ്ങളാണ്. അതുകൂടി ഇതിനെ ബാധിക്കണം. ആ തരത്തിൽ കൂടി ചിന്തിക്കേണ്ടി വരും. കശ്മീരിലേക്ക് വരുമ്പോൾ, കശ്മീർ ഭാഗത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായും അവിടെ ബി.ജെ.പിക്ക് ഏതെങ്കിലും തരത്തിൽ കരുത്തു കാട്ടാൻ കഴിയുന്ന ഒരു മേഖലയല്ല. അവിടെ കോൺഗ്രസ് NC സഖ്യത്തിന് ആ തരത്തിലേക്ക് ഒരു മേൽക്കൈ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മറ്റുള്ളവർക്ക് 3 സീറ്റ് എന്ന് പറയുമ്പോൾ അത് ഏത് പാർട്ടികൾക്കാണെന്ന് ഇപ്പോൾ കൃത്യമായി നമുക്ക് വ്യക്തമായിട്ടില്ല. അത് PDPയെ സംബന്ധിച്ചാണോ അതോ ഇനി എഞ്ചിനീയറുടെ പാർട്ടിയുണ്ട്, അതോടൊപ്പം ജമാഅത്തെ ഇസ്ലാമിയുണ്ട്. അങ്ങനെ നിരവധി സ്വതന്ത്രന്മാർ, ആകെയുള്ള സ്ഥാനാർത്ഥികളിൽ തന്നെ 40%-ലേറെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ്. അവിടെ ഏകദേശം 10 മേൽ സ്ഥാനാർത്ഥികൾ സ്വതന്ത്രന്മാർ, വിവിധ ചെറിയ പാർട്ടികളിൽ നിന്നുള്ളവർ വിജയിക്കാനുള്ള സാധ്യത അടക്കമുണ്ട്. എന്തായാലും അത്തരം പാർട്ടികൾക്കടക്കം 3 സ്ഥലത്ത് മുന്നേറുന്നുണ്ട്. PDPയുടെ നില ഇപ്പോഴും പരിതാപകരമായ അവസ്ഥയിൽ തന്നെ നിൽക്കുകയാണ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ബി.ജെ.പിയുമായി സഖ്യത്തിൽ ഏർപ്പെട്ടതിനു ശേഷം PDPക്ക് സംസ്ഥാനത്ത് എവിടെയും അങ്ങനെ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത്തവണ അടക്കം മെഹബൂബ മുഫ്തി അടക്കം അങ്ങനെ ഒരു സജീവമായ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് ആദ്യഘട്ടത്തിലടക്കം വരാനടക്കം തയ്യാറായിരുന്നില്ല. PDP 1 സീറ്റിൽ മാത്രമാണ്, ഒരു കാലത്ത് ജമ്മു കാശ്മീർ ഭരിച്ച പാർട്ടിയാണ് എന്നത് ആലോചിക്കണം. ആ പാർട്ടിക്ക് 1 സീറ്റിൽ മാത്രമാണ് മുന്നേറാൻ കഴിയുന്നത്. കോൺഗ്രസ് ബി.ജെ.പി സഖ്യത്തിന് ഇപ്പോൾ കോൺഗ്രസ് NC സഖ്യത്തിന് 14 സീറ്റിൽ മുന്നേറാൻ കഴിയുന്നുണ്ട്. ബി.ജെ.പി തൊട്ടു പിന്നാലെ തന്നെ 12 സീറ്റുകളുണ്ട്. മറ്റുള്ളവർ 3 സീറ്റുകളിലും PDP 1 സീറ്റിലുമാണ്. ഇഞ്ചോടിഞ്ചു മത്സരം നടക്കുമ്പോഴും കോൺഗ്രസ് NC സഖ്യത്തിന് തന്നെയാണ് നേരിയ മേൽക്കൈ ഉള്ളത്. അവർ 14-12 എന്ന നിലയിലേക്ക് ജമ്മു കാശ്മീരിൽ 14-12 എന്ന് പറയുമ്പോൾ ജമ്മു മേഖലയിലെ റിസൾട്ടുകളാണ് ആദ്യം വരുന്നത് എന്നതിന്റെ പ്രത്യേകതയാണ്. കാരണം ജമ്മു മേഖലയിൽ എപ്പോഴും ബി.ജെ.പിക്ക് വലിയ സ്വാധീനമുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ബി.ജെ.പിക്ക് ജമ്മു മേഖലയിൽ മേൽക്കൈ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ. കാരണം അവിടെ ഇങ്ങനെ പോവുകയാണെങ്കിൽ 43-ൽ 25-ൽ കൂടുതൽ സീറ്റുകളിലേക്ക് ജമ്മു മേഖലയിൽ മാത്രം 30 സീറ്റുകളിൽ നിന്നുള്ള ലീഡ് നിലയാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. അവിടെയാണ് അത് ജമ്മു മേഖലയിൽ നിന്നുള്ളതാണ്. അവിടെ 14 16 എന്ന നിലയിലേക്ക് ഇപ്പോൾ കശ്മീർ മേഖലയിൽ സ്വാഭാവികമായിട്ടും വോട്ടെണ്ണൽ മന്ദഗതിയിലേ നടക്കുകയുള്ളൂ. പക്ഷേ ജമ്മു മേഖലയിൽ അങ്ങനെയല്ല. ജമ്മു മേഖലയിൽ വേഗത്തിൽ തന്നെ വോട്ടെണ്ണൽ നടക്കുന്നുമുണ്ട്. അവിടെയാണ് 16 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നത് കോൺഗ്രസ് NC സഖ്യം. പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെ ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. അവിടെ ഒമർ അബ്ദുള്ള മുന്നിട്ട് നിൽക്കുന്നുണ്ട്. സാവിത്രി ജിൻഡാൽ വലിയ വ്യവസായ പ്രമുഖയാണ്. സ്വതന്ത്രയായി മത്സരിച്ച് വിജയക്കൊടി പാറിക്കുമെന്ന് വിലയിരുത്തപ്പെടുന്ന ആളാണ്. അങ്ങനെ സൈനി ഉൾപ്പെടെ, അതായത് മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഇപ്പോൾ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ എല്ലാവരും ലീഡ് ചെയ്യുകയാണ്. ആരും